പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, കർത്താവിൻ്റെ സൈന്യം എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ മാസം 29-ാം തീയതി മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ മാലാഖമാരുടെ തിരുനാള് സഭ ആഘോഷിക്കുക. പ്രിയപ്പെട്ടവരെ, അതിനോടനുബന്ധിച്ച് ഷെക്കേന ചാനല് 5 ദിവസത്തെ കൺവെൻഷൻ ഇന്ന് തുടങ്ങിയ ഈ 5 ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുക, ആരാണ് മാലാഖമാര്, മാലാഖമാര് എന്ത് ചെയ്യുന്നു, മാലാഖമാരുടെ ഗണങ്ങൾ ഏതൊക്കെയാണ്, മാലാഖമാര് വിശുദ്ധരില് എപ്രകാരം പ്രവർത്തിക്കുന്നു, പരിശുദ്ധ വചനത്തില് എപ്രകാരമാണ് മാലാഖമാരെ കുറിച്ച് കാണാൻ പറ്റുക, അതോടൊപ്പം തന്നെ മിഖായേൽ മാലാഖ ഇന്നീ കാലഘട്ടത്തിലും എപ്രകാരം പ്രവർത്തിക്കുന്നു, ഗബ്രിയേൽ മാലാഖയും റാഫേൽ മാലാഖയും ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ എപ്രകാരം സംരക്ഷിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഈ 5 ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഓരോ അച്ഛന്മാരിലൂടെയും ഓരോ ബ്രദർമാരിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക. സങ്കീർത്തന പുസ്തകം 91-ാമത്തെ അധ്യായം 11-12 തിരുവചനം ഇപ്രകാരം പറയുന്നു, നിന്റെ വഴികളിൽ, കേൾക്കണം മക്കളെ, നിന്റെ വഴികളിൽ നിന്നെ കാത്ത് സംരക്ഷിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വീണ്ടും പറയുന്നു, നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കുവാൻ അവ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കേട്ട പ്രിയപ്പെട്ടവരെ, നിന്റെ വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. 2, നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കുവാനായിട്ട് അവിടെ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിപാലിക്കാനായിട്ട്, നമ്മളെ സംരക്ഷിക്കാനായിട്ട് പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാലാഖമാര്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബെർണാദ് ഇപ്രകാരം പറയുന്നു, നിന്റെ കാവൽ മാലാഖയെ നീ എപ്പോഴും ബഹുമാനിക്കണം. വീണ്ടും പറയുന്നു, മാലാഖയുടെ സംരക്ഷണത്തിന് നീ കൃതജ്ഞതയുള്ളവനായിരിക്കണം. 3, നമ്മുടെ കൂടെയുള്ള മാലാഖയില് ശരണപ്പെടുക. 4, മാലാഖയെ സ്നേഹിക്കുക. 5, എല്ലാ വിഷമങ്ങളിലും വിപത്തുകളിലും പ്രലോഭനങ്ങളിലും മാലാഖയുടെ അടുത്തേക്ക് തിരിഞ്ഞു വരാൻ ശ്രദ്ധിക്കണം. കേട്ട പ്രിയപ്പെട്ടവരെ, 1 പറയുന്നു, മാലാഖയെ ബഹുമാനിക്കുക. 2, മാലാഖയോട് നന്ദിയുള്ള വ്യക്തിയായി തീരുക. 3, എപ്പോഴും മാലാഖയെ സ്നേഹിക്കാൻ തുടങ്ങുക. 4, മാലാഖയിൽ ശരണപ്പെടണം. 5, പ്രലോഭനത്തിലും വിപത്തുകളിലും മാലാഖയോട് ചേർന്ന് നിൽക്കാനായിട്ട് ഓരോ ദൈവമക്കളും ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് എന്നെ പരിപാലിച്ചുകൊണ്ട് ഒരു മാലാഖ എൻ്റെ കൂടെയുണ്ട് എന്ന് ഓരോ ദൈവമക്കളും വിശ്വസിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ നിമിഷം നമ്മുടെ കൂടെയുള്ള, നമ്മൾ ഒത്തിരി സ്നേഹിക്കേണ്ട, നമ്മൾ ഒത്തിരി ബഹുമാനിക്കേണ്ട, നമ്മൾ നന്ദി പറയേണ്ട, നമ്മൾ ശരണപ്പെടേണ്ട, നമ്മൾ ചേർന്ന് നിൽക്കേണ്ട നമ്മുടെ മാലാഖയോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുക, ദൈവത്തിന് നന്ദി പറയാനായിട്ട് പോകുക. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപ ഇറങ്ങണം, ആത്മാവിന്റെ വലിയൊരു അഭിഷേകം ഇറങ്ങണം. മാലാഖയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം കിട്ടുവാൻ, മാലാഖമാരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, അവരുടെ കരം പിടിച്ച് നടക്കാനുള്ള വലിയൊരു ശക്തി നമുക്ക് കിട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സകല മക്കളും എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് മാലാഖമാരോട് ചേർന്ന്, കാവൽ മാലാഖയോട് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. പ്രാർത്ഥിച്ച്
പ്രാർത്ഥിക്കട്ടെ. മാലാഖമാരുടെ പ്രവർത്തനങ്ങള്, മാലാഖമാരുടെ സാന്നിധ്യം, മാലാഖമാരുടെ വെളിപ്പെടുത്തലുകള് നമുക്ക് കിട്ടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ദാഹിച്ച് പ്രാർത്ഥിച്ച് ശക്തിയോടെ കരമടിച്ച് 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 പാടാം. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരും പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ ചൊരിയും പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരും പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ ചൊരിയും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉരുണ്ടൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. വരദാനം നീ ചൊരിയും പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ ചൊരിയും പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരും പരിശുദ്ധാത്മാവേ, അഭിഷേകം നീ പകരും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. 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 കരമുയർത്തി വിളിക്കുന്നു യേശുവേ. പരിശുദ്ധാത്മാവേ, ശക്തിയോടെ കരമടിച്ച് 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 പാടിക്കേ. ഉണർവോടെ അഭിഷേകം നിറയട്ടെ, ചൊരിയട്ടെ. മാലാഖമാരുടെ ശക്തി ഇറങ്ങട്ടെ. ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. വരദാനം നീ ചൊരിയും പരിശുദ്ധാത്മാവേ, അഭിഷേകം നീ പകരും പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ ചൊരിയും പരിശുദ്ധാത്മാവേ, അഭിഷേകം നീ ചൊരിയും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി വിളിക്കുന്നു ആത്മാവേ.
പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയെ മുഴുവനും പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിനൊന്ന് സമർപ്പണം നടത്തിക്കുക. ഇതിൽ ആരൊക്കെ പങ്കുചേരുന്നുണ്ടോ ആ മക്കളെ മുഴുവനും സമർപ്പിക്കുക. ഒപ്പം നമുക്ക് മുഖ്യദൂതന്മാരുടെ കരങ്ങളിലേക്ക്, ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാവൽ മാലാഖയുടെ വലിയ സംരക്ഷണം, ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിച്ച് സകല മക്കളും കണ്ണുകളടച്ച് അമ്മ മാതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുക. മിഖായിൽ മാലാഖയെ മനസ്സിൽ കാണാം, ഗബ്രിയേൽ മാലാഖയെ മനസ്സിൽ കാണാം, റാഫേൽ മാലാഖയെ മനസ്സിൽ കാണാം, കാവൽ മാലാഖമാരെ മനസ്സിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ഈ മാലാഖമാരുടെ മുഴുവൻ ഒരു സംരക്ഷണ കോട്ട നമുക്ക് ചുറ്റുമുണ്ടാകണം, നമ്മുടെ കുടുംബത്തിന് ചുറ്റുമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശത്തിന് ചുറ്റുമുണ്ടാകണം, നമ്മുടെ ഓരോ വ്യക്തികളുടെ ചുറ്റിലും, നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് ചുറ്റിലും ഈ മാലാഖമാരുടെ സംരക്ഷണം ഉണ്ടാകണം. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച അമ്മേ, സ്വർഗമാഗ്രഹിക്കുന്ന പോലെ, സ്വർഗമാഗ്രഹിക്കുന്ന പോലെ, ത്രിയേക ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഈ ശുശ്രൂഷയെ മുഴുവനും നയിക്കണമേ. ഈ ശുശ്രൂഷയ്ക്കെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളും നിർവീര്യമാക്കാനായിട്ട് സാത്താന്റെ തലയെ തകർത്തമ്മേ, അമ്മ ഇറങ്ങി ഈ നിമിഷം പ്രവർത്തിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ നമുക്കൊന്ന് ചേർന്ന് വിളിച്ചു പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ, ആവേ മരിയ, കന്യാമാതാവേ. എല്ലാവരും പാടാമോ? ആവേ മരിയ, കന്യാമാതാവേ. ആവേ മരിയ, ആവേ മരിയ. നമുക്ക് അമ്മ മാതാവിനോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ ജീവനോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാന്തരായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്ക് കർത്താവിൻ്റെ സൈന്യം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന മേഖല, ആരാണ് മാലാഖമാര്, മാലാഖമാര് എന്താണ് ചെയ്യുന്നത്, മാലാഖമാര് വിശുദ്ധരില് എപ്രകാരമൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ കുറിച്ച് അല്പം ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുക. സങ്കീർത്തന പുസ്തകം 34-ാമത്തെ അധ്യായത്തില് 7-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ദൂതൻ, കേട്ടെ, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. കേൾക്കണം മക്കളെ, കർത്താവിന്റെ ദൂതന് ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും ചുറ്റിലും അല്ല എഴുതി വച്ചിരിക്കുക, മറിച്ച് ദൈവഭക്തരുടെ ചുറ്റും കർത്താവിന്റെ ദൂതന് പാളയമടിച്ച് സംരക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൽ ശരണപ്പെടുന്ന ഓരോ മക്കളുടെ ചുറ്റില്, അതുപോലെ ദൈവഹിതം നിറവേറ്റുന്ന, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന, ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ഓരോ ഭക്തരുടെ ചുറ്റില് ദൈവത്തിന്റെ ദൂതന് പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു എന്ന ദൈവവചനം പഠിപ്പിച്ചു തരിക. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പരിശുദ്ധ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ, സൃഷ്ടിയുടെ ആരംഭം മുതൽ
രക്ഷാകര ചരിത്രത്തിലുടനീളം മാലാഖമാരുടെ സാന്നിധ്യം, മാലാഖമാരുടെ ഇടപെടല് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ ജീവിതം നോക്കിക്കേ, ലോത്തിന്റെ ജീവിതം നോക്കിക്കേ, ഹാഗാറിന്റെയും കുഞ്ഞിന്റെയും ജീവിതം നോക്കിക്കേ, അതുപോലെ തന്നെ ദാനിയേൽ പ്രവാചകന്റെ ജീവിതം നോക്കിക്കേ, മലാക്കിയുടെ ജീവിതം നോക്കിക്കേ, സക്കറിയായുടെ ജീവിതം നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ ഈ മാലാഖമാരുടെ ഇടപെടല്, അവരുടെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമത്തില് ഏകദേശം 200ഓളം പ്രാവശ്യം ഈ കാണുന്ന മാലാഖമാരുടെ സാന്നിധ്യം, മാലാഖമാരുടെ ഇടപെടല് വളരെ വ്യക്തമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എങ്ങനെയാ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരെ? ചില സ്ഥലങ്ങളിൽ ഈ കാണുന്ന വിശുദ്ധരെ അല്ലെങ്കിൽ ഈ പ്രവാചകന്മാരെ സംരക്ഷിക്കുന്നതായിട്ട്, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായിട്ട്, അവർക്ക് വേണ്ടി വാദിക്കുന്നതായിട്ട്, അവർക്ക് വേണ്ടി ചില നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട്, അവരെ ചില കാര്യങ്ങളിലേക്ക് ഉദ്ബോധിപ്പിക്കുന്നതായിട്ട്, ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട്, ചില തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്നതായിട്ട്, രാവും പകലും അവരുടെ കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ഏകദേശം 70ഓളം പ്രാവശ്യം ഈ മാലാഖമാരുടെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് അവിടെയും കാണാനായിട്ട് പറ്റുകയാ. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, അമ്മ മാതാവിന്റെ ജീവിതത്തില്, സക്കറിയ പുരോഹിതന്റെ ജീവിതത്തില്, ഈശോയുടെ ജനത്തിന് മുമ്പിൽ അറിയിപ്പായിട്ട് കടന്നു വരുന്നത്, അതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ള ഗാനത്തിലൂടെ മാലാഖമാര് ആ കാണുന്ന ഗാനത്തിലൂടെ ഈശോയെ സ്തുതിക്കുന്നത്, ഈശോയുടെ ബാല്യകാലത്ത് ജെറുസലേമിൽ ഈജിപ്തിലേക്കുള്ള യാത്രയില് മാലാഖമാര് സംരക്ഷിക്കുന്നത്, തിരിച്ചുവരവില് മാലാഖമാര് സംരക്ഷിക്കുന്നത്, മരുഭൂമിയിലെ പരീക്ഷയിൽ മാലാഖമാര് സംരക്ഷിക്കുന്നത്, അതുപോലെ ഗെത്സമനിയിലെ മാലാഖമാര് സംരക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവസാനം തൻ്റെ ശവം അല്ലെങ്കിൽ അവസാനം തൻ്റെ മൃതശരീരം അടക്കം ചെയ്യപ്പെട്ട കല്ലറ തുറക്കാനായിട്ട് മാലാഖമാര് സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഉദ്ധാനം ആദ്യം ഉദ്ഘോഷിച്ചത്, ഈശോയുടെ 2ാം വരവ് പോലും പ്രഘോഷിക്കുന്നത്, ഈ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. മാലാഖമാരുടെ വ്യക്തമായിട്ടുള്ള സാന്നിധ്യം, മാലാഖമാരുടെ വലിയ പ്രകടമായിട്ടുള്ള ചില ഇടപെടലുകൾ വളരെ ശക്തമായിട്ട് നമുക്ക് പുതിയ നിയമത്തിലും കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ മേഖല നോക്കിക്കേ. അപ്പസ്തോലന്മാരുടെ ജീവിത മേഖലയിലേക്ക് നോക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന മാലാഖ, പൗലോസിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന മാലാഖ, പീലിപ്പോസിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന മാലാഖ, യോഹന്നാന്റെ ജീവിതത്തിൽ ഇടപെടുന്ന മാലാഖ, വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ പല വിശുദ്ധരെയും വളരെ വ്യക്തമായിട്ട് മാലാഖമാര് സംരക്ഷിക്കുന്ന കാണാൻ പറ്റും. വളരെ പ്രകടമായിട്ട് മാലാഖമാര് സംരക്ഷിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം, പാദ്രി പിയോയുടെ ജീവിതം, വിശുദ്ധ കാതറിന്റെ ജീവിതം, വിശുദ്ധ ഐറിന്റെ ജീവിതം, വിശുദ്ധ ആഗ്നസിന്റെ ജീവിതം, അതുപോലെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതം, ഇവരുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മാലാഖമാര് അവരുടെ കൂടെ നടക്കുന്നതായിട്ട്, അവരെ ഉപദേശിക്കുന്നതായിട്ട്, അവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ട്, അവരെ സംരക്ഷിക്കുന്നതായിട്ട്, അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ട്, അവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട്, അവരെ പരിപാലിക്കുന്നതായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ സഭയില്, സഭയുടെ ചരിത്രത്തില്, പരിശുദ്ധ ബൈബിളില്, വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ മാലാഖമാരുടെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ടും വളരെ സ്പഷ്ടമായിട്ടും പ്രകടമായിട്ടും കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിലും അനേക മക്കളുടെ ജീവിതത്തില് ഇതുപോലെ മാലാഖമാര് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സാന്നിധ്യമാണ് മാലാഖമാരുടെ സാന്നിധ്യം. അതുകൊണ്ടാണ് ബാരൂക്ക് പ്രവാചകന്റെ പുസ്തകത്തില് 6ാമത്തെ അധ്യായത്തില് 7ാമത്തെ വചനപ്രകാരം പഠിപ്പിക്കുന്നു, എന്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കും. കേട്ടെ, കർത്താവിന്റെ ദൂതന് ഇതാ എന്റെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവന് കാത്തു സൂക്ഷിക്കും. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒരു 100 കണക്കിന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിലെ ഒരു 100 കണക്കിന് ഊരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിലെ 100 കൂട്ടം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ രക്ഷിക്കപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് അത് മാലാഖമാരാ. നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികൾ പറയുന്ന കാര്യം, അച്ഛാ ഞാൻ തലനാരിഴയ്ക്ക എൻ്റെ ജീവിതം ഒന്ന് രക്ഷപ്പെട്ടത്, ഞാൻ മരണത്തോട് മല്ലടിച്ച സമയത്ത് എങ്ങനെയോ എൻ്റെ തമ്പുരാൻ എന്നെ രക്ഷിച്ചു എന്ന്, മരണത്തിന്റെ വക്കിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു വന്നേ അച്ഛാ, ചില അപകടങ്ങളിൽ നിന്ന് ഞാൻ പോയി നോർത്ത അച്ഛാ, പക്ഷേ എന്നെ തമ്പുരാൻ കർത്താവ് രക്ഷിച്ചു അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം അനേക മക്കള് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പിന്നില് കത്തോലിക്ക മക്കളെ തിരിച്ചറിയണം, അതിന്റെ പിന്നില് മാലാഖമാരുടെ കൈയാണ്, മാലാഖമാരാണ് ഉള്ളത് എന്നുള്ള സത്യം തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം മക്കൾ പറയുന്നില്ലേ, അച്ഛാ ഞങ്ങളുടെ ജീവിതത്തില് ഊരാ കുടുക്കിൽ കണ്ട വ്യക്തിയായിരുന്നു, ഞങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു, മരണം മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്, ആത്മഹത്യ മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്, നാണക്കേട് മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്, സൽപ്പേര് കളയുന്ന അവസ്ഥ മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ആരോ ഞങ്ങളെ രക്ഷിച്ചു. ആരാ മക്കളെ? മറ്റാരുമല്ല, തിരിച്ചറിഞ്ഞു, അത് മാലാഖമാരാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ ചില വ്യക്തികൾ പറഞ്ഞിട്ടില്ലേ, സാമ്പത്തിക ഞെരുക്കത്താൽ ഞങ്ങൾ തളർന്നു പോയച്ചാ, ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകൊച്ചിനെ ഓർത്ത് ഞങ്ങൾ തളർന്നു പോയച്ചാ, പല പല പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബം തീർന്നു പോയ അവസ്ഥയാച്ചാ, പക്ഷേ അവിടെ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിന്റെ പിന്നിൽ ഓരോ മക്കളും തിരിച്ചറിഞ്ഞുകൊള്ളുക, അതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാലാഖമാരാ. എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ മാലാഖമാരെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്? തിരിച്ചറിഞ്ഞുകൊള്ളുക, തിന്മയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനായിട്ട്, ശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട്, നമ്മളെ ഓരോ ദൈവമക്കളെയും ഉപദേശിക്കാനായിട്ട്, ചില നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകാനായിട്ട്, ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായിട്ട്, ചില മേഖലയിൽ ശത്രുക്കളുടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാത്ത് സംരക്ഷിക്കാനായിട്ട്, രാവും പകലും നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ ഈശോയിലേക്ക് നയിക്കാനായിട്ട്, പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക്, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മാലാഖമാരെ തന്നിരിക്കുന്നത് എന്നുള്ള സത്യം കത്തോലിക്ക മക്കളെ നമ്മൾ തിരിച്ചറിയണം. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടറാകാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകൊച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാനും പ്രാർത്ഥിക്കാനായിട്ടും കടന്നു വന്നു. ഞാൻ ഈ പെൺകൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു ദർശനം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ കണ്ട കാഴ്ച ഇപ്രകാരമാണ്. ഈ പെൺകൊച്ചിനെ ഒരു മാലാഖ തൻ്റെ കൈകളിൽ എടുത്തു പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ ഒട്ടും ബുദ്ധി ഉപയോഗിക്കാതെ, ചിന്തിക്കാതെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിനോട് ചോദിച്ചു, മകളെ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ അപകടത്തിൽ നിന്നും നീ രക്ഷപ്പെട്ട ഒരു കുഞ്ഞാണോ? ഈ പെൺകൊച്ചനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ആ ഒരു കാര്യം അച്ഛനോട് സംസാരിക്കാനായിട്ടാ ഇന്ന് വന്നത്. ആ ഡോക്ടർ പെൺകൊച്ച ഇപ്രകാരമായി എന്നോട് പറഞ്ഞത്, അച്ഛാ ഞങ്ങൾക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു, അതൊരു വനപ്രദേശത്തായിരുന്നു. ഞങ്ങൾ ക്യാമ്പിന് പോയി, അവിടെ 5 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. അതിന് 3-ാം ദിവസം ഞങ്ങളെല്ലാവരും ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോയി. വനമേഖലയിലെ ചില ഭാഗങ്ങൾ കാണാനായിട്ടാ പോയേ. അച്ഛാ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി അതിലൂടെ സംസാരിച്ച് നടന്നു. എൻ്റെ കൂട്ടുകാരിക്ക് ഒരു ഫോൺ വന്ന്, അവള് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു കുളം ഞാൻ കണ്ടു. ആ കുളത്തിന്റെ മുകളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അപകട മേഖല, ആരും കുളത്തിൽ ഇറങ്ങരുത്. എന്നിട്ട് അവിടെ ഒരു ഗേറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഗേറ്റ് കടന്ന് ഞാൻ ആ കുളത്തിലേക്ക് ഇറങ്ങി. എൻ്റെ കൂട്ടുകാരി മുകളിൽ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പെൺകൊച്ച് ഗേറ്റ് കടന്ന് ഈ കുളത്തിന്റെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലണയും ഈ പെൺകൊച്ച് അവിടെ തെന്നി അടിച്ച് ആ കുളത്തിലേക്ക് വീണു. മുകളിലുള്ള തന്റെ കൂട്ടുകാരി ഒച്ചകെട്ടുകൊണ്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവൾ കുളത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ആ പെൺകൊച്ച്
വലിയവായി കിടന്ന് കരഞ്ഞെങ്കിലും ആരും വന്നില്ല. കാരണം അടുത്താരുമില്ലായിരുന്നു. ആ പെൺകൊച്ച് കുറെ ഓടി കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ വന്ന ആളുകളും ഈ പെൺകൊച്ചും കണ്ട ഒരു കാഴ്ച ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ. ഈ കുളത്തിലേക്ക് മുങ്ങിപ്പോയ പെൺകൊച്ച് അവിടെ ഒരു സ്റ്റെപ്പിൽ കയറി നനഞ്ഞിരിക്കുക. വന്നവരൊക്കെ ചോദിച്ചു, കുഞ്ഞേ നീ എങ്ങനെയാ രക്ഷപ്പെട്ടെ? കാരണം ഈ കുളത്തിൽ 8 മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളതാ. പോയവർ പലരും രക്ഷപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് നിനക്ക് നീന്തൽ അറിയാമായിരുന്നോ? ഈ പെൺകൊച്ചു പറഞ്ഞു, എനിക്കൊരു നീന്തൽ അറിയത്തില്ല. പക്ഷേ അവിടെ ഒരു സംഭവം നടന്ന കാര്യം ഈ പെൺകൊച്ച് ഇപ്രകാരമാണ് വിവരിച്ച്, പ്രിയപ്പെട്ടവരെ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് താഴത്തേക്ക്, കുളത്തിന്റെ താഴത്തേക്ക്, വെള്ളത്തിലേക്ക് ഈ പെൺകൊച്ച് താണു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഇപ്രകാരമാണ്. ഈ പെൺകൊച്ച് എന്നോട് പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്. ഈ പെൺകൊച്ചിന്റെ കാലിന്റെ അടിയിൽ ആരോ വന്ന് പിടിച്ചിട്ട് ഉയർത്തി എന്ന് മാത്രമല്ല, അതിനെ കരയിലേക്ക്, സ്റ്റെപ്പിലേക്ക് തള്ളിക്കൊണ്ടുപോയി വെച്ചു. ആരാണ് എന്ന് എനിക്കറിയത്തില്ല, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അച്ഛാ, ഇതിന്റെ പിന്നില് എന്തോ ഒരു ശക്തിയുണ്ട്. ഞാൻ ഈ പെൺകൊച്ചിനോട് പെട്ടെന്ന് തന്നെ ചോദിച്ചു. അവിടെ ഞാൻ ചിന്തിക്കാൻ പോകില്ല, ബുദ്ധി ഉപയോഗിക്കാൻ പോയില്ല. ഞാൻ ചോദിച്ചു, കുഞ്ഞെ, നീ മാലാഖമാരോട് പ്രാർത്ഥിക്കാറുണ്ടോ? ഈ പെൺകൊച്ച് എനിക്ക് തന്നെ ഉത്തരം ഇതാ, അച്ഛാ, ചെറുപ്രായം തൊട്ട് എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ച 2 ജപമുണ്ട്. ഒന്ന് കാവൽ മാലാഖയുടെ ജപം, 2 മിഖായേൽ മാലാഖയുടെ ജപം. ചെറുപ്പം തൊട്ട് എൻ്റെ കുടുംബത്തിൽ ചെല്ലുമായിരുന്നു, ഞങ്ങളെ ചെല്ലിപ്പിക്കുമായിരുന്നു. ഞാനിന്നും മുടങ്ങിയിട്ടില്ല അച്ഛാ. ഞാൻ ഈ പെൺകൊച്ചിനോട് പറഞ്ഞു, മോളെ, നിന്നെ രക്ഷിച്ചത് മറ്റാരുമല്ല, നിന്റെ കാവൽ മാലാഖ വന്ന് ആ കുളത്തിന്റെ അടിയിൽ നിന്നും, വെള്ളത്തിന്റെ അടിയിൽ നിന്നും നിന്നെ പൊക്കിയെടുത്തതാ. ഈ പെൺകൊച്ചനോട് പറയുന്ന ഒരു കൊച്ചു രഹസ്യം കൂടി ഉണ്ട് അച്ഛാ. അച്ഛന് ഒരു കുഞ്ഞു കാര്യം കൂടി അച്ഛൻ ഇത് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ പറയുക. എന്നിട്ട് പറഞ്ഞ കാര്യപ്രകാരമാ, ഞാൻ ഒരാളെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു രോഗിയുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ കാവൽ മാലാഖയുടെ ഒരു കാര്യം പറയും. കാവൽ മാലാഖയെ, എനിക്ക് സുഖപ്പെടുത്താൻ പറ്റില്ല, നീ പോയിട്ട് ഈ കാണുന്ന രോഗിയുടെ കാവൽ മാലാഖയോട് ചേർന്ന് ഈ രോഗിയെ സുഖപ്പെടുത്തണട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാച്ചാ ഞാൻ ഓരോ രോഗിയെ പോയി സ്പർശിക്കുക, ഓരോ രോഗിക്ക് ശുശ്രൂഷ ചെയ്യുക. ഞാൻ കണ്ടിട്ടുണ്ടച്ചാ അനേകം മക്കള് പെട്ടെന്ന് തന്നെ സൗഖ്യം പ്രാപിക്കുന്നത്. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇത് തന്നെയാ. നമ്മുടെ കൂടെ എപ്പോഴും ഒരു മാലാഖയുണ്ടെന്ന്. നമ്മുടെ കൂട്ടുകാരനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു മാലാഖ. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ പുറകെ നടക്കുന്ന, നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കൂടെ ഒന്ന് കിടക്കുന്ന ഒരു മാലാഖ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ദൈവം തന്നിട്ടുണ്ട് എന്ന് ഓരോ കത്തോലിക്ക മക്കളും ഹൃദയത്തിൽ കുറിക്കണം, അത് വിശ്വസിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാദ്രാപ്പിയോടെ ജീവിതം പരിശോധിച്ച് നോക്കിക്കേ. വിശുദ്ധ പാദ്രാപ്പിയോ തന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പങ്കുവെക്കുന്ന ഇപ്രകാരമാ. ഒരു ദിവസം ഒരു പാവപ്പെട്ട സ്ത്രീ, ആ സ്ത്രീ പാദ്രാപ്പിയോ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം പറയുവാണ്, എൻ്റെ മകൻ നഷ്ടപ്പെട്ടു, എവിടെ പോയി എന്നറിയത്തില്ല, കുറച്ചു നാളായി ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ കരയുക. പ്രിയപ്പെട്ടവരെ, പാദ്രാപ്പിയോ അച്ഛൻ ചെയ്ത കാര്യം എന്നാണെന്ന് അറിയാമോ? കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഈ സ്ത്രീയോട് ഇപ്രകാരം പറഞ്ഞു, അമ്മ ഒരു കത്തെഴുതണം മകന് വേണ്ടി. വീട്ടിൽ ചെന്നിട്ട് അമ്മ മകന് വേണ്ടി ഒരു കത്തെഴുതണം. വീട്ടിലെ ടേബിളെ കൊണ്ടുപോയി അവിടെ വെച്ചേരെ, ബാക്കി ഒന്നും അമ്മ ചെയ്യണ്ട, അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പറഞ്ഞ ആ സ്ത്രീയെ, പറഞ്ഞ അമ്മയെ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം പാദ്രാപ്പിയോ അച്ഛൻ തന്റെ കാവൽ മാലാഖയോട് ഒരു കൊച്ചു കാര്യം പറഞ്ഞു. കാവൽ മാലാഖയെ, ആ ലെറ്റർ പോയി എടുത്ത് ആ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മകന്റെ കയ്യിൽ ഈ നിമിഷം തന്നെ കൊണ്ടുപോയി കൊടുക്കണമേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പാദ്രാപ്പിയോടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സംഭവിച്ച കാര്യം എന്നറിയാമോ? ആ കാവൽ മാലാഖ ആ ലെറ്റർ എടുത്തു കൊണ്ടുപോയിട്ട് ആ മകന്റെ കയ്യിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുക, എത്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ മകൻ ഈ ലെറ്റർ വായിച്ചിട്ട് തിരിച്ച് അമ്മയുടെ അടുത്ത് വരുന്നു. അവിടെ വന്നു കഴിയുക മാത്രമല്ല, ദേവാലയത്തിൽ വന്ന് ഈ പാദ്രാപ്പിയോ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കുമ്പസാരിക്കുകയും കൂടി ചെയ്യുക. എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ, തിരിച്ചറിയണം, ഈ ലോകത്തിലെ ഓരോ ദൈവ വൈതലിന്റെ അടുത്തും ഓരോ മാലാഖമാരുണ്ട്.
അതെന്തിനു വേണ്ടിയാ? നമ്മളെ സംരക്ഷിക്കാനായിട്ട്, നമ്മളെ പരിപാലിക്കാനായിട്ട്, തിന്മയിൽ നിന്ന് രക്ഷിക്കാനായിട്ട്, ശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട്, ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാനായിട്ട്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട്, നമുക്ക് വേണ്ടി വാദിക്കാനായിട്ട്, നമ്മളെ പരിപാലിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്നതാ മക്കളെ ഈ മാലാഖമാരെ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ആദ്യം ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ് വിശുദ്ധ ബെർണാദ് പുണ്യവാളൻ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ മാലാഖയെ എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം സ്നേഹിക്കണം. നമ്മുടെ മാലാഖമാരോട് നന്ദിയുള്ളവരാകണം. നമ്മളെ സംരക്ഷിക്കുന്ന മാലാഖയോ നമ്മൾ ശരണപ്പെടണം. നമ്മൾ ആ മാലാഖയെ എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമോ സ്നേഹിക്കണം, ബഹുമാനിക്കാൻ പറ്റുമോ ബഹുമാനിക്കണം. ആ മാലാഖയോട് കൂടെ ജീവിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാ മക്കളെ പല അപകടങ്ങളിൽ നിന്നും, പല ബന്ധനത്തിൽ നിന്നും, പല പ്രശ്നത്തിൽ നിന്നും, പല ദുഷ്ടാരൂപികളുടെ വ്യാമോഹങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്, കേട്ട മക്കളെ, മനുഷ്യന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത പ്രവർത്തികൾ മാലാഖയുടെ മുമ്പിൽ നിന്ന് ചെയ്യരുത്. നമ്മുടെ അപ്പന്റെ മുമ്പിൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങള് മാലാഖയുടെ മുമ്പിൽ നിന്ന് ചെയ്യരുത്. നമ്മുടെ അമ്മയുടെ മുമ്പിൽ നിന്ന്, നമ്മുടെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ നിന്ന്, നമ്മുടെ മക്കളുടെ മുമ്പിൽ നിന്ന്, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങള് മാലാഖമാരുടെ മുമ്പിൽ നിന്ന് ചെയ്യരുത്. കാരണം ഏതു സമയത്തും നീ ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ മക്കളെ നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ആളാണ് മാലാഖമാര്. ഈ മാലാഖമാരെ നമ്മൾ വേദനിപ്പിക്കരുത് മക്കളെ. വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഇപ്രകാരമാ വിശുദ്ധന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ഒരു ദിവസം വിശുദ്ധൻ ദേവാലയത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പാപിയായ മനുഷ്യൻ, തിന്മ നിറഞ്ഞ മനുഷ്യൻ, പിശാച് ബാധിതനായ ഒരു മനുഷ്യൻ ആ ദേവാലയത്തിന്റെ പടി വരെ വരുക. പടിയിൽ വന്നപ്പോൾ ഇതാ ഈ വിശുദ്ധ പൗലോസ് കാണുന്ന ഒരു കാഴ്ച പ്രകാരമാ. തന്നെ കെട്ടിയിരിക്കുന്ന രണ്ട് പിശാചുക്കള് ഈ കാണുന്ന വ്യക്തിയെ ദേവാലയത്തിന്റെ അകത്ത് പ്രവേശിപ്പിക്കാതെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പൗലോസിന് ഒത്തിരിയേറെ വേദന വന്നു. ആ നിമിഷം തന്നെ അവിടെ മുട്ടുകൊത്തി രണ്ട് കരവും വിരിച്ചു പിടിച്ചിട്ട് ഈ പൗലോസ് ഈ മനുഷ്യന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ത്യാഗമെടുത്ത്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് തന്റെ കാവൽ മാലാഖയോട് ഇപ്രകാരം പറയുവാണ്. ആ വ്യക്തിയുടെ കാവൽ മാലാഖയുടെ കൂടെ പോയി നിന്നുകൊണ്ട് ആ കാണുന്ന പിശാചുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് ആ മകനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ. പ്രിയപ്പെട്ടവരെ, ആ മകനെ പിശാചുക്കൾ കൊണ്ടുപോകുന്ന സമയത്ത് ആ മകന്റെ കാവൽ മാലാഖ ഒത്തിരി വേദനിച്ച് സങ്കടപ്പെട്ട് പുറകെ പോകുന്നത് ഈ പൗലോസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ കാവൽ മാലാഖയോട് പറയാണ്, ആ വ്യക്തിയുടെ കാവൽ മാലാഖയുടെ കൂടെ നിന്നുകൊണ്ട് അവിടെ യുദ്ധം ചെയ്ത് അവരെ, ആ മകനെ ദേവാലയത്തിൽ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, കടന്ന് നടന്ന സംഭവം ഇപ്രകാരമാ. പൗലോസിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുക, ഈ കാവൽ മാലാഖയും ചെന്ന് ആ കാവൽ മാലാഖയുടെ കൂടെ നിന്നിട്ട് അവിടെ യുദ്ധം ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ ദേവാലയത്തിൽ കൊണ്ടുവരുന്ന മാത്രമല്ല, അവിടെ കുമ്പസാരിക്കാനും കൂടി ആ വ്യക്തിക്ക് വേദി ഒരുക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞു വരുന്നതാ മക്കളെ, നമ്മുടെ കൂടെ നടക്കുന്ന മാലാഖയെ നമ്മൾ വേദനിപ്പിക്കല്ലേ. നമ്മളെ പരിപാലിക്കുന്ന മാലാഖയെ നമ്മൾ വേദനിപ്പിക്കല്ലേ. നമ്മളെ ഉപദേശിക്കുന്ന, നിർദ്ദേശം നൽകുന്ന മാലാഖയെ നമ്മളായിട്ട് വേദനിപ്പിക്കല്ലേ. നമ്മളെ തിന്മയിൽ നിന്ന്, ശത്രുവിൽ നിന്ന് നമ്മളെ ഓരോ നിമിഷവും പരിപാലിച്ച് സംരക്ഷിക്കുന്ന മാലാഖയെ നമ്മളായിട്ട് വേദനിപ്പിക്കല്ല മക്കളെ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴാ മക്കളെ മാലാഖമാര് വേദനിക്കുന്നേ? നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, വിശുദ്ധി നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, ദൈവ പ്രമാണങ്ങളും കൽപ്പനകളും ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തിന്റെ കരുണയെ പോലും ധിക്കരിച്ചുകൊണ്ട് നമ്മൾ മാറി ജീവിക്കുമ്പോൾ നമ്മുടെ കാവൽ മാലാഖ നമ്മുടെ പുറകിലൂടെ വേദനിച്ച് പുറകെ വരുക.
എന്തിനാ വരുന്നതെന്നറിയാമോ? നമ്മുടെ ഓരോരുത്തരുടെയും മാനസാന്തരത്തിനുള്ള ആഹ്വാനവുമായിട്ട്, അതിനുള്ള വഴിയുമായിട്ട് പുറകെ വരുക. എപ്പോഴാ ഈ മാലാഖ സന്തോഷിക്കുന്നേ? പ്രിയപ്പെട്ടവരെ, മറ്റൊരു സമയത്തല്ല. നീ എപ്പോൾ കുമ്പസാരക്കുട്ടിൽ പോയി നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിഹാരം ചെയ്യാനായിട്ട് തയ്യാറാകുന്നു, ആ സമയത്ത് നിന്റെ കൂടെ നടക്കുന്ന മാലാഖ സന്തോഷിക്കുവാന്നേ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. തിരിച്ചറിയണം മക്കളെ, ഈ മാലാഖമാരാണ് മനുഷ്യന് എത്തിച്ചേരാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും എത്തിച്ചേരുന്നത്. ഞാനൊരു ചെറിയ സംഭവം കൂടി നിങ്ങളോട് പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു വൈദികൻ വന്നിട്ട് പറഞ്ഞു, ഒരു ധ്യാന ഗുരു അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞ കാര്യം ഇപ്രകാരം: അച്ഛാ, ഞാൻ ധ്യാനം തുടങ്ങുമ്പോൾ എല്ലാ വ്യക്തികളെയും എല്ലാ കാര്യങ്ങളും മാലാഖമാർക്ക് സമർപ്പിച്ചിട്ടാണ് ഞാൻ തുടങ്ങാറ്. എന്നിട്ട് ഈ അച്ഛൻ തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവാനുഭവം പറയുന്ന ഇപ്രകാരമാ: അച്ഛാ, ഒരു ധ്യാനത്തിന് അനേകം മക്കൾ വന്നു, ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ധ്യാനത്തിന്റെ 3-ാം ദിവസം വൈകുന്നേരം ആരാധനയുടെ സമയത്ത് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തുകൊണ്ട് ദീപികാരുണ്യ ഈശോയുടെ അടുത്ത് മാത്രം ഒരു ലൈറ്റ് വെച്ചുകൊണ്ട് ദൈവമക്കൾ ആരാധിച്ചു കൊണ്ടിരിക്കുക. ആ ധ്യാനത്തിന് വന്ന ഒരു ദൈവ പൈതലിന് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി ചെയ്ത കാര്യം, താൻ കിടക്കുന്ന മുറിയിലേക്ക് പോയി മരിക്കാനെന്ന തീരുമാനത്തോടെ അവിടെ ചെന്ന് മരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി. ആ ധ്യാന കേന്ദ്രത്തിൽ 2 വൈദികരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വൈദികന് ആ സമയത്ത് അൾത്താരയിൽ നിന്നുകൊണ്ട് ദൈവമക്കളെ ആരാധിപ്പിക്കാൻ, ദൈവത്തെ ആരാധിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. തൻ്റെ കൂടെയുള്ള 2ാമത്തെ വൈദികന് ആ ആശ്രമത്തില്, ആ ധ്യാന കേന്ദ്രത്തിലില്ല, പുറത്തു പോയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി ആ മുറി കയറിയിട്ട് മരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കുന്ന സമയത്ത് ആ വ്യക്തി കാണുന്ന ഒരു കാര്യം ഇതാണ്: എവിടുന്നോ ഒരു വൈദികൻ വന്നിട്ട് ഒന്നും പറയുന്നില്ല, ഇത്ര മാത്രം പറയാണ്: മകനെ, നീ ആ ആലയത്തിൽ പോയിട്ട് ദൈവത്തെ ഒന്ന് ആരാധിക്കുക. താൻ മരണത്തിനായിട്ട് ഒരുക്കിയ കാര്യങ്ങളെല്ലാം കട്ടിലേക്ക് ഇട്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് ധ്യാന ഹാളിലേക്ക് പോവുക. പിറ്റേ ദിവസം അദ്ദേഹം കൗൺസിലിങ്ങിന് വേണ്ടി പോയിരുന്നപ്പോൾ കൗൺസിലർ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യത: ഇന്നലെ വൈകുന്നേരം ചേട്ടൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായോ? ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന കൗൺസിലർ പറഞ്ഞു, അവിടെ അപ്രകാരം ഒരു അച്ഛൻ വരാൻ സാധ്യതയില്ല. കാരണം ഇവിടെ 2 അച്ഛന്മാരാണ്. ഒരാൾ അൾത്താരയിലുണ്ടായിരുന്നു, മറ്റേയാൾ പുറത്തു പോയിരിക്കുക. മറ്റൊരു വൈദികൻ ഇവിടെ വരാൻ സാധ്യതയില്ലല്ലോ, ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ മടക്കി വിട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനഗുരു അച്ഛൻ്റെ അടുത്ത് വന്ന് ഇവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു വൈദികൻ എത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം അവർക്ക് ബോധ്യമായി. മറ്റൊന്നുമല്ല, മാലാഖ പുരോഹിതന്റെ വേഷം ധരിച്ചുകൊണ്ട് ആ സ്ഥലത്തെത്തിയിരിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്തിനായി ഇപ്രകാരം ഈ കാര്യം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും പ്രഭാതത്തില് നിങ്ങളെയും നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കളെ മാലാഖയ്ക്ക് സമർപ്പിക്കണം. നിങ്ങളുടെ കുടുംബത്തെ മാലാഖയ്ക്ക് സമർപ്പിക്കണം. നിങ്ങളുടെ വസ്തുവകളെ മാലാഖയ്ക്ക് സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൃഷി മേഖല മാലാഖയ്ക്ക് സമർപ്പിക്കണം. നിങ്ങളുടെ വാഹനത്തെ മാലാഖയ്ക്ക് സമർപ്പിക്കണം. നിങ്ങളുടെ ജോലി മേഖലയെ, ബിസിനസിനെ മാലാഖയ്ക്ക് സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ മാലാഖമാരുടെ വലിയൊരു സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നേ. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്തിനാ പ്രിയപ്പെട്ടവരെ ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചേക്കണേ? എബ്രായർ ലേഖനത്തിൽ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്: രക്ഷയുടെ അവകാശികളായിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവക ആത്മാക്കളാണ് മാലാഖമാര്. കേട്ട മക്കളെ, രക്ഷയുടെ അവകാശികളായിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ടിരിക്കുന്ന സേവക ആത്മാക്കളാണ് മാലാഖമാര്. മക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഓരോ കുടുംബത്തിനും, ഓരോ വ്യക്തിക്കും, ഓരോ ദേശത്തിനും, ഓരോ ഇടവകയ്ക്കും, ഓരോ മഠങ്ങൾക്കും, ഓരോ സന്യാസ ആശ്രമങ്ങൾക്കും
ഓരോ രാജ്യങ്ങൾക്കും മാലാഖമാരുണ്ടെന്നേ സംരക്ഷണത്തിനായിട്ട്. അത് ദൈവം തന്നിരിക്കുന്നതാ മക്കളെ. ഈ മാലാഖമാരെ നമ്മൾ സ്വീകരിച്ച്, സ്നേഹിച്ച്, ബഹുമാനിച്ച്, ശരണപ്പെട്ട് കൂടെ നിൽക്കുമ്പോൾ അവരുടെ വലിയൊരു സംരക്ഷണം നമുക്ക് കിട്ടുവാ മക്കളെ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് മാലാഖമാരുടെ സംരക്ഷണം എടുത്തേ. നിങ്ങളുടെ കുഞ്ഞുങ്ങള് മൊബൈലിന് അടിമപ്പെട്ടിരിക്കുന്ന സമയത്ത് മക്കളെ, മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാലാഖമാർക്ക് സമർപ്പിച്ചേ. മാലാഖമാർക്ക് സമർപ്പിക്കുമ്പോൾ അവർ നിർദ്ദേശങ്ങൾ കൊടുക്കും. അവരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ തുടങ്ങും, അവരെ പരിപാലിക്കാൻ തുടങ്ങും, അവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് തുടങ്ങും. മക്കളെ, നിങ്ങളെയും കുടുംബത്തെയും സകല കാര്യങ്ങളെയും മാലാഖയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിതം തുടങ്ങണ്ടേന്നേ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ചെറിയ സംഭവം കൂടി ഇന്ന് പറയാം മക്കളെ. ഇത് പറയാൻ കാരണം ഇതൊക്കെ എന്നെ ഒത്തിരി സ്പർശിച്ച കാര്യങ്ങളായതുകൊണ്ടാ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദികൻ എൻ്റെ അടുത്ത് വന്നു. ആ വൈദികൻ എന്നോട് പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അച്ഛനുള്ള ഒരു വിഷമം ഇതാണ്. പരിശുദ്ധ ബലിക്ക്, പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് ഒരു ഇത്തിരി പ്രസംഗം പറയണം. അച്ഛനെ സംബന്ധിച്ച് ഒത്തിരി പേടിയാ. പല ദിവസവും ഒത്തിരി ഒരുങ്ങിയിട്ട് അൾത്താരെ കയറി നിൽക്കുമ്പോഴും ഏതെങ്കിലും ഒരു കുഞ്ഞ് കടന്ന് കരഞ്ഞാൽ മതി, ഏതെങ്കിലും കുഞ്ഞൊന്ന് ഓടിക്കളിച്ചാൽ മതി, പെട്ടെന്ന് അച്ഛൻ്റെ പ്രസംഗം പറച്ചില് നിന്നുപോകുന്ന അവസ്ഥയാണ്. അദ്ദേഹം ദേവാലയത്തിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് പല ഞായറാഴ്ചകളിലും മുറി വന്ന് കമന്ന് കടന്ന് തൻ്റെ ഈ അവസ്ഥയോർത്ത് കരഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു വ്യക്തി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് ഒരു പുസ്തകം ഈ അച്ഛന് കൊടുക്കുക, ഒന്ന് വായിക്കാൻ പറഞ്ഞിട്ട്. പുസ്തകം മറ്റാരുടെയുമല്ല, വിശുദ്ധ ജെർമയന്റെ പുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, ആ കാണുന്ന വ്യക്തിയുടെ ജീവചരിത്രം എഴുതി വച്ചിരിക്കുക. ഈ അച്ഛൻ ഈ പുസ്തകം വായിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ജെർമയന്റെ തൻ്റെ അമ്മ മരിച്ചപ്പോൾ അപ്പച്ചൻ രണ്ടാമതൊരാളെ കല്യാണം കഴിച്ചു. ആ സ്ത്രീ ആണെങ്കിൽ ഈ കാണുന്ന മകളെ അതികഠിനമായി പീഡിപ്പിക്കുക. ഭക്ഷണം പോലും പല ദിവസം കൊടുക്കുന്നില്ലാത്ത അവസ്ഥ. ആ കാണുന്ന മകൾക്കുള്ള ജോലി എന്ന് പറയുന്നത് ആടുകളെ മേയ്ക്കുക എന്നുള്ളതാ. തിരിച്ചു വരുമ്പോൾ വീടിന്റെ അകത്ത് പോലും കയറ്റില്ല, മഞ്ഞിൽ പോലും കിടക്കേണ്ട അവസ്ഥ. ഇല്ലെങ്കിൽ ഈ ആടുകളെ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് കിടക്കേണ്ട അവസ്ഥ. അത്രമാത്രം ദുരിതം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു മിസ്റ്റർ ജെർമയന്റെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ആടുകളെ മേയ്ക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ചെന്നായ്ക്കളുണ്ട്. ഈ ചെന്നായ്ക്കള് ഈ ആടുകളെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്രകാരം ഉപദ്രവിച്ചാല് വീട്ടിൽ വരുമ്പോൾ അതികഠിനമായ പീഡനമാണ് ഈ രണ്ടാനമ്മ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ജെറമയൻ ഒത്തിരിയേറെ ദുഃഖിച്ച് തളർന്ന ഒരു വ്യക്തിയായി ഇങ്ങനെ പോകുക. പക്ഷെ ജെറമയന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം പരിശുദ്ധ ബലിയർപ്പിക്കാൻ, ആ ബലിയിൽ പങ്കുചേരാനാ. ദേവാലയത്തിൽ മണി കേൾക്കുമ്പോൾ ഈ മകൾ ഒത്തിരിയേറെ ആഗ്രഹിക്കും, എനിക്ക് ഈ കുർബാനയിൽ ഒന്ന് പങ്കുചേർന്നാൽ കൊള്ളാമായിരുന്നല്ലോ. പക്ഷെ ഈ മകൾക്ക് പറ്റില്ല. കാരണം ആടുകളെ ചെന്നായ്ക്കൾ വന്ന് ഉപദ്രവിക്കൂ എന്ന് പേടിയാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ മകൾക്കൊരു തോന്നൽ ഇപ്രകാരം വരിക. ദേവാലയത്തിൽ മണിയടിക്കുന്ന സമയത്ത് ഈ കാണുന്ന ആടുകളെ കാവൽ മാലാഖയ്ക്ക് ഏൽപ്പിച്ചിട്ട് പോകാം എന്നൊരു ചിന്ത വരിക. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഈ മകളെ ഏൽപ്പിച്ചു. എന്നിട്ട് ആ കാണുന്ന പരിശുദ്ധ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ ആടുകൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ എല്ലാം നന്നായിട്ട് മേയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സംഭവം ഈ അച്ഛൻ്റെ ജീവിതത്തെ ഒത്തിരി സ്പർശിച്ചു. അച്ഛൻ പിറ്റേ ഞായറാഴ്ച ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഓരോ അമ്മമാര് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ചെയ്യണം. കുഞ്ഞുങ്ങളെ അവരുടെ കാവൽ മാലാഖയ്ക്ക് സമർപ്പിച്ചിട്ട് മാത്രമേ ദേവാലയത്തിലേക്ക് കൊണ്ടുവരാവൂ. പ്രിയപ്പെട്ടവരെ, ഈ അച്ഛന് സമർപ്പിച്ചു. അമ്മമാരും ഇപ്രകാരം കാവൽ മാലാഖയ്ക്ക് കുഞ്ഞുങ്ങളെ സമർപ്പിച്ചിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. എന്താ സംഭവിച്ചെന്നറിയണോ പ്രിയപ്പെട്ടവരെ? അവിടെ വന്നപ്പോൾ ഒരു കുഞ്ഞിനും കരച്ചിലില്ല, ഒരു കുഞ്ഞും ബഹളമുണ്ടാക്കുന്നില്ല, ഒരു കുഞ്ഞും ഓടി നടക്കുന്നില്ല. അച്ഛന് വളരെ സ്വതന്ത്രമായിട്ട്, വളരെ ഫ്രീ ആയിട്ട് അന്ന് വചന ശുശ്രൂഷ ചെയ്യാനും സാധിച്ചു എന്ന് അച്ഛൻ എന്നോട് പങ്കുവെക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇതാ മക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും മാലാഖയ്ക്ക് സമർപ്പിക്കണം. കാരണം നമ്മളെ സംരക്ഷിക്കാൻ ദൈവം തന്നിരിക്കുന്ന സേവക ആത്മാക്കളാണ് ഈ മാലാഖമാര്.
പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകം മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരം, അച്ഛാ നമുക്ക് മാലാഖമാരെ കാണാൻ പറ്റുമോ? പരിശുദ്ധ ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ ദൈവമക്കള് വിശുദ്ധി കാത്തു പാലിക്കുന്നുണ്ടോ, ഏതൊക്കെ ദൈവമക്കള് പ്രമാണം ലംഘിക്കാതെ ജീവിക്കുന്നുണ്ടോ, ഏതൊക്കെ ദൈവമക്കള് ദൈവത്തിന്റെ ഹിതം നിറവേറ്റി ജീവിക്കുന്നുണ്ടോ, അവർക്കൊക്കെ മാലാഖമാരുടെ സാന്നിധ്യവും മാലാഖമാരുടെ ഇടപെടലും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വേറെ ചിലവർ ചോദിക്കുന്ന ഒരു ചോദ്യമാ, മാലാഖമാർക്ക് ചിറകുണ്ടോ അച്ഛാ എന്ന്. പ്രിയപ്പെട്ടവരെ, ശരിക്കും പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, മാലാഖമാർക്ക് യഥാർത്ഥത്തിൽ ചിറകില്ല. പക്ഷെ പടങ്ങളില് ചിറക് സൂചിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, മാലാഖമാരുടെ വേഗതയെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് ചിറക്. വേറെ ചില വ്യക്തികൾ എന്നോട് ചോദിക്കാറുണ്ട്, മാലാഖമാരെ പലപ്പോഴും കണ്ടിരിക്കുന്നത് സ്ത്രീകളായിട്ടും കുഞ്ഞുങ്ങളായിട്ടാണല്ലോ അച്ഛാ, അങ്ങനെ അവര് മാത്രമാണോ യഥാർത്ഥത്തിൽ മാലാഖ? പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിയണം, മാലാഖമാര് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ദൈവം സൃഷ്ടിച്ചവരാ. എന്തിനാണ് സ്ത്രീയുടെ കുഞ്ഞുങ്ങളുടെ രൂപം കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവരുടെ സൗന്ദര്യത്തെയും പ്രകൃതിയെയും കാണിക്കാനുള്ള പ്രതീകം മാത്രമാണ് ഈ സ്ത്രീ പുരുഷ അല്ലെങ്കിൽ സ്ത്രീ കുഞ്ഞുങ്ങളുടെ രീതിയിൽ മാലാഖമാരുടെ ചിത്രം വരച്ചിരിക്കാൻ കാരണം. ചില വ്യക്തികൾ ചോദിക്കാറുണ്ട്, എന്നാ അച്ഛാ മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചത്? പ്രിയപ്പെട്ടവരെ, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ആകാശഗോളങ്ങളും പ്രകൃതി വസ്തുക്കളും ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മാലാഖമാരെ സൃഷ്ടിച്ചു എന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 327 ഖണ്ഡികയിൽ 4-ാം ലാറ്ററൽ കൗൺസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദൈവം സമയത്തിന്റെ ആരംഭത്തില് ശൂന്യതയിൽ നിന്ന് ഒരേ സമയത്ത് ആത്മീയവും ശാരീരികവുമായ 2 തരം ജീവികളെ, അതായത് മാലാഖമാരെയും ഭൗമിക ജീവികളെയും സൃഷ്ടിച്ചു. പിന്നീട് ആത്മാവും ശരീരവും ചേർന്ന് മനുഷ്യനെയും സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം ദൃശ്യവസ്തുക്കളെ മാത്രമല്ല, കേട്ടെ, ദൈവം ദൃശ്യവസ്തുക്കളെ മാത്രമല്ല അദൃശ്യ വസ്തുക്കളെയും സൃഷ്ടിച്ചു എന്നാണ് സഭയുടെ വിശ്വാസ പഠനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ചിലവർ ചോദിക്കാറുണ്ട്, എന്തിനാച്ചാ ഇപ്രകാരം മാലാഖമാരെ സൃഷ്ടിച്ചേക്കണേ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 332 ഖണ്ഡികയില് 2 കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുക. ഒന്ന്, ദുരിതത്തിൽ നിന്ന് രക്ഷ വിളിച്ചറിയിക്കാനായിട്ട്. 2, ദൈവിക പദ്ധതിയുടെ നിർവഹണത്തിനായിട്ട് സേവനമനുഷ്ഠിക്കാൻ വേണ്ടിയുമാണ് മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. വേറെ ചിലവർ ചോദിക്കാറുണ്ട്, എന്തുമാത്രം മാലാഖമാരുണ്ടച്ചാ? പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകത്തില് 5-ാം അധ്യായത്തില് 11 മുതലുള്ള വചനം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, 10,000-കണക്കിന് കോടിക്കണക്കിന് മാലാഖമാരുണ്ട് എന്നുള്ള കാര്യം. അവിടെ വചന ഇപ്രകാരമാണ് പറയുന്നത്: അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1000-ങ്ങളുടെ 1000-ങ്ങളുമായിരുന്നു. എന്ന് വെച്ചാൽ ദൈവം കോടിക്കണക്കിന് മാലാഖമാരെ വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ദൗത്യമേൽപ്പിക്കാനാണ് ഈ പ്രകാരം മാലാഖമാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കാണുന്ന കോടിക്കണക്കിന് മാലാഖമാരുടെ സ്തുതിപ്പിന്റെ നിറവിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്തുതിപ്പിന്റെ ഇടയിലാണ് ദൈവം വസിക്കുന്നത് എന്നുള്ള സത്യം ഓരോ ക്രൈസ്തവ മക്കളും ഇന്ന് മനസ്സിലാക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. വേറെ ചില വ്യക്തികൾ ചോദിക്കാറുണ്ട്, അച്ഛാ മനുഷ്യനാണോ മാലാഖമാർക്കാണോ ശക്തി കൂടുതൽ? പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, മനുഷ്യനേക്കാൾ ശക്തിയും ബുദ്ധിയും സിദ്ധിയും അറിവും അതോടൊപ്പം തന്നെ പ്രസാദപരവും കൂടുതലുള്ളത് മാലാഖമാർക്കാ. മനുഷ്യരെക്കാൾ ഉത്കൃഷ്ടരായവര് മാലാഖമാരാ. ഈ ലോകത്തിലെ എല്ലാ ബുദ്ധിമാന്മാരെക്കാളും വലിയ ബുദ്ധിയും ശക്തിയും കൂടുതൽ മാലാഖമാർക്കാ. ഈ ലോകത്തിലെ പ്രകൃതിയുടെ വ്യതിയാനങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മാലാഖമാർക്കാ. ഭാവി കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് മാലാഖമാർക്കാ.
മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഏറ്റവും അടുത്ത സാദൃശ്യമുള്ളത് യഥാർത്ഥത്തിൽ മാലാഖമാർ കാണുന്ന വിശുദ്ധർ പറഞ്ഞു വെക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബെർനാദ് ഇപ്രകാരം പറയുന്നു, നമുക്ക് മാലാഖമാരെ അത്യധികമായിട്ട് സ്നേഹിക്കാം. എന്നിട്ട് പറയുന്ന കാര്യം ഇപ്രകാരമാണ്, നമ്മെ സംരക്ഷിച്ച് കാത്തു പരിപാലിക്കുന്നത് ഈ മാലാഖമാരാ. നമ്മുടെ സഹായത്തിന് എപ്പോഴും വരുന്നത് ഈ മാലാഖമാരാ. ഈ മാലാഖമാരുള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, അവർ വിശ്വസ്തരാണെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ബേസിൽ പ്രകാരം പഠിപ്പിക്കുന്നു, ഓരോ വിശ്വാസിയുടെ സമീപത്ത് അവന്റെ ജീവിതത്തിന് വഴികാട്ടിയും ഇടയനും എന്ന പോലെ സംരക്ഷകനായ മാലാഖമാര് നമുക്കുണ്ട്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇടയനായിട്ട് സംരക്ഷകനായിട്ട് നമ്മുടെ കൂടെ കാവൽ മാലാഖമാരുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ വിശുദ്ധര് വ്യക്തമായിട്ടും പറഞ്ഞു വെക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ നിമിഷം ഒന്ന് കാണേണ്ട ഒരു കാഴ്ച മറ്റൊന്നുമല്ല, ഈ മാലാഖമാര് എന്താണ് ചെയ്യുന്നത്? ഈ മാലാഖമാര് എന്താണ് ചെയ്യുന്നത്? ഇവിടെ സ്ക്രീനിൽ നമ്മളത് ഓരോന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 26 കാര്യങ്ങൾ മാലാഖമാര് ഓരോ നിമിഷത്തിലും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓരോ ദൈവമക്കളുടെ അടുത്തും പ്രവർത്തിക്കുന്നുണ്ട്. 26 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം കണ്ടേ, മാലാഖമാർ നമ്മുടെ സുരക്ഷിതത്വം ശ്രദ്ധിക്കുക. 2, നമ്മളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക. 3, നമ്മുടെ വഴികളെ മാലാഖമാര് എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. 4, നമ്മുടെ ആവശ്യങ്ങളിൽ എപ്പോഴും സഹായത്തിന് മാലാഖമാരെത്തുക. 5, തിന്മ ഭവിക്കാതിരിക്കാൻ ജാഗ്രതയോടെ മാലാഖമാർ നമ്മുടെ ചുറ്റിലും നിലകൊള്ളുകയാണ്. 6, സത്ചിന്തകളിലേക്ക് മാലാഖമാര് എപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുക. 7, നമ്മുടെ ഉത്തമ സുഹൃത്തായിട്ട് നമ്മുടെ കൂടെ നടക്കുക. 8, യാത്ര ചെയ്യുന്നവരുടെ മാർഗദർശിയായിട്ട് മാലാഖമാർ കൂടെ വരികയാണ്. 9, ദൈവത്തിന്റെ സന്ദേശം മനുഷ്യരിൽ എപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുക. 10, ദൈവത്തിന് വേണ്ടി ചില ദൗത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. 11, രക്ഷ നമ്മളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുക. 12, നമ്മുടെ ജീവിതത്തിൽ സൗഖ്യങ്ങൾ തന്നുകൊണ്ടിരിക്കുക. 13, കുടുംബത്തെ എപ്പോഴും ക്രമീകരിച്ചു കൊണ്ടിരിക്കുക. 14, നമ്മെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുക. 15, കാണാതെ പോയ വസ്തുക്കള് കണ്ടുകിട്ടാനായിട്ട് സഹായിക്കുക. 16, അപകടത്തിൽ വീഴാതെ മാലാഖമാര് എപ്പോഴും നമ്മളെ കാക്കുക. 17, നല്ല തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുക. 18, ദൈവകൃപയിൽ മരിക്കുന്നവരെ സ്വർഗത്തിലേക്ക് മാലാഖമാര് നയിക്കുക. 19, അന്തിമ വിധിയുടെ കാഹളം മുഴക്കുന്നത് ഈ മാലാഖമാരായിരിക്കും. 20, പാപികളുടെ തിരിച്ചുവരവില് സ്വർഗപിതാവിനെ പോലെ ഇവരും സന്തോഷിക്കുക. 21, വിധിയാളനായിട്ട് മനുഷ്യപുത്രൻ വീണ്ടും ആഗതനാകുമ്പോൾ അകമ്പടി സേവിക്കുന്നവർ ഈ മാലാഖമാരാ. 22, വിവേകത്തോടെ നമ്മളെ നടത്തുന്നത് ഈ മാലാഖമാരാ. 23, പിരിയാത്ത കൂട്ടുകാരനായിട്ട് എന്നും നമ്മുടെ കൂടെ നിൽക്കുക. 24, ജയിക്കുന്നവരെ മുടി ചൂടിക്കുന്നത് ഈ മാലാഖമാരാന്നേ. 25, നാരകീയ ശക്തികളെ വെട്ടി വീഴ്ത്തുന്നത് ഈ മാലാഖമാരാ. 26, ഇളകപ്പെടുന്ന സമയങ്ങളിൽ സ്ഥിരത നൽകുന്നതും ഈ മാലാഖമാരാണ് എന്നുള്ള സത്യം ഓരോ ദൈവമക്കളും മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു പോയെങ്കിലും പിന്നീട് ഈ കാണുന്ന വചനപ്രഘോഷണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ മക്കളെ ഇത് എഴുതിയെടുത്ത് ഈ കാണുന്ന സംരക്ഷണം, ഈ 26 സംരക്ഷണമാ, 26 കാര്യങ്ങളാ ഈ മാലാഖമാര് നമ്മളെ സഹായിക്കുന്നത്. ഇത് മക്കളെ വിശ്വസിച്ച് ഈ മാലാഖമാരെ സ്നേഹിച്ച് ഈ മാലാഖമാരുടെ കൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ വലിയൊരു കൃപയാണ് നമുക്ക് കിട്ടുക, വലിയൊരു അഭിഷേകമാണ് നമുക്ക് കിട്ടുക.
Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. പല വ്യക്തികളും ചോദിക്കുന്ന ഒരു ചോദ്യമാ, എന്തുമാത്രം അല്ലെങ്കിൽ എത്ര ഗണം മാലാഹമാരുണ്ട്, എത്ര വൃന്ദം മാലാഹമാരുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നവവൃന്ദം 9 വൃന്ദം മാലാഹമാരാ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, മാലാഹമാ വൃന്ദത്തിന് ഓരോ പേരുണ്ട്, ഓരോ നിറമുണ്ട്, ഇവർക്ക് ഓരോ ദൗത്യമുണ്ട്. നമ്മൾ കാണാം, ഒന്നാമത്തെ നവവൃന്ദ മാലാഹമാരില് ഒന്നാമത്തെ മാലാഹയാണ് സ്രാപ്പേൻ മാലാഹ. ഇവിടെ നമ്മൾ കാണുന്ന ഒന്നാമത്തെ മാലാഹ, പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ മാലാഹയാണ് സ്രാപ്പേൻ മാലാഹ. ഈ സ്രാപ്പേൻ മാലാഹയുടെ നിറമാണ് വയലറ്റ് നിറം. പ്രിയപ്പെട്ടവരെ, ഈ സ്രാപ്പേൻ മാലാഖയുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ നൽകുന്ന മാലാഖയാണ് സ്രാപ്പേൻ മാലാഖ. ഇന്ന് പല മക്കളും ജീവിതം നോക്കിക്ക്, പല മക്കളും പറയുന്ന അച്ഛാ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. മക്കളെ, പ്രാർത്ഥനയിൽ മന്ദത, പ്രാർത്ഥനയിൽ ഒരു തളർച്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഉണർവ് കിട്ടണമെങ്കിൽ നിങ്ങൾ മാധ്യസ്ഥം തേടേണ്ടത് സ്രാപ്പേൻ മാലാഖയോട്. ഈ മാലാഖയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കളെ, നമുക്ക് കിട്ടുന്ന ഒരു കൃപയാണ് ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ മാലാഖയാണ് ക്രോവേൻ മാലാഖ. ക്രോവേൻ മാലാഖയുടെ നിറമാണ് നീല നിറം. എന്താണ് ഇവരുടെ ദൗത്യം എന്ന് ചോദിച്ചാൽ പരിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന മാലാഖയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റും, അനേകം മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധിക്ക് വേണ്ടി, പക്ഷെ നടക്കുന്നില്ല. കണ്ണ് അറിയാതെ അശുദ്ധിയിലേക്ക് പോകുന്നു, വിചാരങ്ങൾ അശുദ്ധിയിലേക്ക് പോകുന്നു, ശരീരം അശുദ്ധിയിലേക്ക് പോകുന്നു, ചിന്തകൾ അശുദ്ധിയിലേക്ക് പോകുന്നു. മക്കളെ, നമ്മൾ അശുദ്ധിയിലേക്ക് പോകാതെ വിശുദ്ധിയിലേക്ക് വളരാനായിട്ട്, പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്രോവേൻ മാലാഖയുടെ മാധ്യസ്ഥം തേടണം. ക്രോവേൻ മാലാഖയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധിയിലേക്കുള്ള ഒരു വളർച്ച കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂന്നാമത്തെ മാലാഖയാണ് ഭദ്രാസന്മാര്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ നിറമാണ് പച്ച നിറം. എന്താണ് ഇവരുടെ ദൗത്യം എന്ന് ചോദിച്ചാൽ ദൈവത്തെ ശ്രവിക്കാനായിട്ട് സഹായിക്കുക. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്കുകള്, ദൈവത്തിന്റെ സ്വരമ, ദൈവത്തിന്റെ പദ്ധതിയ, ദൈവത്തിന്റെ ഹിതം, ഇത് ദൈവം പങ്കുവെക്കുമ്പോൾ അത് ശ്രവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മാലാഖയാണ് ഭദ്രാസന്മാര്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നാലാമത്തെ മാലാഖയാണ് ആധിപത്യന്മാര്. ആധിപത്യന്മാര്, പ്രിയപ്പെട്ടവരെ, ഈ മാലാഖയുടെ നിറമാണ് റോസ് നിറം. ഇവരുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവിക അധികാരം പ്രതിഫലിക്കുന്ന മാലാഖയാണ്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയ, സൈരിലേപനത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള, കുദാശകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഏതൊക്കെ അധികാരങ്ങളുണ്ടോ ആ അധികാരത്തോടുകൂടി സംസാരിക്കാൻ, പ്രവർത്തിക്കാൻ, നിൽക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്ന മാലാഖയാണ് ആധിപത്യന്മാര്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത അഞ്ചാമത്തെ മാലാഖയാണ് താത്വികന്മാര്. ഇവരുടെ നിറമാണ് ഓറഞ്ച് നിറം. ഇവരുടെ ദൗത്യമാണ് ദൈവിക തത്വങ്ങൾ പാലിക്കാനായിട്ട് സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ലോകത്തിന്റെ ഫിലോസഫി അല്ല, ചില പ്രസ്ഥാനത്തിന്റെ ഫിലോസഫി അല്ല, സാത്താന്റെ ഫിലോസഫി അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട, മറിച്ച് ദൈവിക തത്വങ്ങൾ മനസ്സിലാക്കണം. ഇതനുസരിച്ച് വേണം ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനായിട്ട്. അതിന് നമ്മളെ ശക്തരാക്കുന്ന, അതിന് നമുക്കുള്ള പവർ തരുന്ന മാലാഖയാണ് താത്വികന്മാർ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആറാമത്തെ മാലാഖയാണ് ബലവാന്മാർ. ഇവരുടെ നിറമാണ് മഞ്ഞ നിറം. ഇവരുടെ ദൗത്യമാണ് ദൈവകൽപ്പനകള് അനുസരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുക. ദൈവത്തിന്റെ ഓരോ കൽപ്പനകൾ,
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അനേകം മക്കളുടെ ജീവിതത്തിലെ പ്രശ്നമാണ് ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. അതിന് നമ്മളെ സഹായിക്കുന്ന മാലാഖമാരാണ് മക്കളെ ബലവാന്മാർ എന്നുള്ള സത്യം തിരിച്ചറിയണം. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഏഴാമത്തെ മാലാഖയാണ് പ്രാഥമികന്മാർ. പ്രിയപ്പെട്ടവരെ, ഇവരുടെ നിറമാണ് ചുമപ്പ് നിറം. ഇവരുടെ ദൗത്യമാണ് ദൈവരാജ്യം സംരക്ഷിക്കുന്ന മാലാഖയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ഇടവകയില്, നമ്മുടെ സമൂഹത്തില് ദൈവരാജ്യം വരണമെങ്കിൽ, ദൈവരാജ്യ സംസ്ഥാനമാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ മാലാഖമാരെ, പ്രാഥമിക മാലാഖമാരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളിലേക്ക് സ്വർഗീയ കൃപ, ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങുന്നത്. എട്ടാമത്തെ മാലാഖയാണ് മുഖ്യദൂതന്മാര്. പ്രിയപ്പെട്ടവരെ, ഈ മാലാഖയുടെ നിറമാണ് സ്വർണ്ണ നിറം. നമുക്കറിയാം മുഖ്യദൂതന്മാർ ആരൊക്കെയാണെന്ന്. വിശുദ്ധ മിഖായേല്, ഗബ്രിയേല്, റാഫേൽ മാലാഖമാര്. ഇവരുടെ ദൗത്യമാണ് നാരകീയ ശക്തികൾക്കെതിരെ പോരാടുക എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ മാലാഖയെ എപ്പോഴും മുറുകെ പിടിക്കണം. കാരണം ഈ ലോകത്തിൽ നമുക്കെതിരെ വരുന്ന ഏതൊക്കെ തിന്മയുടെ ശക്തികൾ, ഏതൊക്കെ പൈശാചിക ശക്തികളുണ്ടോ അവയെ തകർക്കാൻ ദൈവം തന്നിരിക്കുന്ന മാലാഖ്യ മുഖ്യദൂതന്മാര്. അവരുടെ ജപം നമ്മൾ എന്നും ഉരുവിടണം മക്കളെ. അവരെ നമ്മൾ ചേർത്ത് പിടിച്ചു വേണം എന്നും ജീവിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ മാലാഖയാണ് നമ്മൾ മനസ്സിലാക്കുക ദൈവദൂതന്മാര്. ഒൻപതാമത്തെ മാലാഖയാണ് ദൈവദൂതന്മാര്. ഇവരുടെ നിറമാണ് വെള്ളി നിറം. ഇവരുടെ ദൗത്യമാണ് ദൈവമക്കളെ സംരക്ഷിക്കുക. ഇതാണ് കാവൽ മാലാഖ. എപ്പോഴും നമ്മുടെ കൂടെയുള്ള, എപ്പോഴും നമ്മളെ നയിക്കുന്ന, എപ്പോഴും നമ്മളെ വഴി നടത്തുന്ന, എപ്പോഴും നമ്മളെ പരിപാലിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന മാലാഖ. പ്രിയപ്പെട്ടവർ, ഇതാണ് നവവൃന്ദം മാലാഖമാര്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നവവൃന്ദം മാലാഖമാരെ 9 ഗണം മാലാഖമാരെ 3 ഗണമായിട്ട് ചുരുക്കിയിട്ടുണ്ട്, 3 ഗണമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഗണത്തിൽ പെടുന്നതാണ് സ്രാപ്പേന്മാർ, ക്രോവേന്മാർ, ഭദ്രാസന്മാർ. സ്രാപ്പേന്മാർ, ക്രോവേന്മാർ, ഭദ്രാസന്മാർ. ഇവരുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നതിലും ദൈവസന്നിധിയില് ഏറ്റവും വിനീതമായ മനോഭാവത്തോടെ നിലകൊള്ളുന്നതിലും ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാനും ഈ കാണുന്ന മാലാഖ നമ്മളെ സഹായിക്കുക. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. രണ്ടാമത്തെ ഗണം മാലാഖയാണ് ഭരണാധിപന്മാര്, താത്വികന്മാര്, അധികാരികൾ. ഇവരുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ അധികാരം എക്കാലവും ദൃശ്യമായിട്ടും ദൃശ്യവസ്തുക്കളിലും അദൃശ്യ വസ്തുക്കളിലും നിലനിർത്താനായിട്ട് പരിശ്രമിക്കുന്നവരാണ് രണ്ടാമത്തെ ഗണം മാലാഖമാര്. മൂന്നാമത്തെ ഗണത്തിലുള്ള മാലാഖമാരാണ് യഥാർത്ഥത്തിൽ പ്രധാന മാലാഖമാര്, മുഖ്യദൂതന്മാര്, ദൈവദൂതന്മാര്. ഇവരുടെ കാര്യം ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ബാഹ്യ ലോകത്തിന്റെ മേല് അധികാരമുള്ളവരാണ് ഇവര്. മനുഷ്യകുലത്തെ സംരക്ഷിക്കുക, തിന്മയെ ചെറുക്കുക. ഇതാണ് ഈ മാലാഖമാരുടെ കടമ. ഞാൻ ഇത് എന്തിനാ ഇതൊക്കെ പറഞ്ഞു തരുന്നത് മക്കളെ? നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, ഒരു വ്യക്തത വരണം. ഞാൻ എന്തിനാ ഇത് വ്യക്തമായിട്ട് ഇങ്ങനെ പറയാൻ കാരണം, നമുക്ക് ദൈവത്തെ ആരാധിക്കണം. ത്രിയേക ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. അതിന് സഭ നൽകുന്ന പേരാണ് ലാട്രിയ എന്ന്. ഈ ത്രിയേക ദൈവം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത്, ഉന്നത സ്ഥാനം കൊടുക്കേണ്ടത്, പരമോന്നതമായ സ്ഥാനം കൊടുക്കേണ്ടത് പരിശുദ്ധ അമ്മ മാതാവിനാണ്. ഈ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന പരമോന്നത സ്ഥാനത്തിന് പറയുന്ന പേരാണ് ഹൈപ്പർ ധൂളിയ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം വില കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് യൗസേ പിതാവിനാണ്. അത് വിശുദ്ധരിൽ ഒന്നാമത്തെ ആളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിന് നമ്മൾ കൊടുക്കുന്നത് പ്രോട്ടോ ധൂളിയ എന്നാണ്. അതിനുശേഷം വിശുദ്ധർക്കും മാലാഖമാർക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതിന് നമ്മൾ പറയുന്ന പേര് ധൂളിയ എന്നാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോ ഇരിക്കേണ്ട അടുത്ത് പിടിച്ച് വിശുദ്ധരെ കയറ്റി വെക്കാൻ പാടില്ല. മാതാവ് ഇരിക്കേണ്ട അടുത്ത് വിശുദ്ധനെ കയറ്റി വെക്കാൻ പാടില്ല. പ്രിയപ്പെട്ട മക്കളെ,
ത്രിയേക ദൈവത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ത്രിയേക ദൈവത്തിന് മാത്രമേ ആരാധന കൊടുക്കാൻ പാടുള്ളൂ. അവിടെ ഒരു പ്രാധാന്യമുണ്ട്. അവർക്ക് ചില ദൗത്യമുണ്ട്. അമ്മ മാതാവിന് ചില ദൗത്യമുണ്ട്. വിശുദ്ധർക്ക് ചില ദൗത്യമുണ്ട്. യൗസേപിതാവിന് ചില ദൗത്യമുണ്ട്. മാലാഖമാർക്ക് ചില ദൗത്യമുണ്ട്. മക്കളെ, ഈ മാലാഖ ചെയ്യേണ്ട കാര്യം വിശുദ്ധർ ചെയ്യാൻ വരില്ല. മാലാഖ ചെയ്യേണ്ട കാര്യം അമ്മ മാതാവ് ചെയ്യാൻ വരില്ല. മാതാവ് ചെയ്യേണ്ട കാര്യം യൗസേപിതാവ് ചെയ്യാൻ വരില്ല. മാലാഖ ചെയ്യേണ്ട കാര്യം മാലാഖ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ത്രിയേക ദൈവം മാത്രം പോരാ, അമ്മ മാതാവും വേണം, യൗസേപിതാവും വേണം, വിശുദ്ധരും വേണം, മാലാഖമാരും വേണം. മക്കളെ, ഈ 5 കൂട്ടരെയും ഒരേപോലെ നമ്മൾ ചേർത്ത് പിടിച്ച് ആരാധിക്കുമ്പോഴും വണങ്ങുമ്പോഴുമാണ് നമ്മുടെ ആത്മീയ മേഖല വളരുകയും ഉയരുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുക. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുഞ്ഞിക്കാര്യം കൂടി പറഞ്ഞു തരാം. അപ്പസ്തോല പ്രവർത്തനം 12-ാമത്തെ അധ്യായം പരിശോധിച്ച് നോക്കുമ്പോൾ, അപ്പസ്തോല പ്രവർത്തനം 12-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 14 വരെയുള്ള വചനം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയ. പ്രിയപ്പെട്ടവരെ, ഈ പത്രോസിനെ രക്ഷിക്കാനായിട്ട് ദൈവം പറഞ്ഞയക്കുന്നത് ദൈവദൂതനെയാ. ദൈവദൂതന് ആ കാരാഗ്രഹത്തിൽ നിന്നും പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. നാളെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബോസ്കോ അച്ഛൻ പറഞ്ഞു തരും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പസ്തോല പ്രവർത്തന സമയമെന്ന് പറയുന്നത് യേശുവിന്റെ നാമത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്ന സമയമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം നടന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തില് പത്രോസെ പുറത്തു വരാൻ പറഞ്ഞാൽ അത് സംഭവിക്കുന്ന സമയമാ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സമയമാ. പക്ഷേ പിതാവായ ദൈവം ഇങ്ങനെയല്ല പത്രോസിനെ കൊണ്ടുവന്നത്, മറിച്ച് ദൈവത്തിന്റെ ദൂതനെ പറഞ്ഞു വിട്ട എന്ന് വെച്ചാൽ ഓരോ കത്തോലിക്കനും മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന സമയത്തും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്തും മാലാഖമാരുടെ പ്രശസ്തി, മാലാഖമാരുടെ പ്രാധാന്യം അപ്രശസ്തമല്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടി ദൈവം നൽകിയ വലിയൊരു അടയാളമായിരുന്നു അത്. നമ്മൾ മനസ്സിലാക്കണം മക്കളെ, നമുക്ക് ഈശോ മാത്രം പോരാ, അമ്മ മാതാവ് മാത്രം പോരാ, വിശുദ്ധര് മാത്രം പോരാ, മറിച്ച് നമുക്ക് മാലാഖമാരും വേണം. ഈ മാലാഖമാരെ ചേർത്ത് പിടിക്കണം, മാലാഖമാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, നന്ദിയുള്ളവരാകണം, ചേർന്ന് നിൽക്കണം. കൂടെ നടക്കുന്ന മാലാഖയാ, കൂട്ടുകാരനായിട്ട് കൂടെയുള്ള ആളാ. ആ മാലാഖയെ നമ്മൾ വേദനിപ്പിക്കരുത്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ പോകണം. ഡൊമിനിക് സാവിയോ പറയുന്ന കാര്യമുണ്ട്. ഡൊമിനിക് സാവിയോട് ചോദിക്കുക, നിനക്ക് ഭയമില്ലേ തനിച്ച് ചില റോട്ടിക്കട പോകാൻ? അവൻ പറയുന്ന കാര്യം ഇപ്രകാരമാ, എനിക്ക് ഒട്ടും ഭയമില്ല, കാരണം എൻ്റെ കൂടെ എപ്പോഴും മാലാഖമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കാതറിൻ ജീവിതത്തിൽ ഭയപ്പെട്ടില്ല. മരണത്തിന്റെ മുമ്പിൽ നിന്നപ്പോഴും അവള് പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ മാലാഖയുണ്ട്. വിശുദ്ധരുടെ ചരിത്രം മുഴുവനും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇതാ, മാലാഖമാര് എപ്പോഴും കൂടെയുണ്ട്. നമ്മളും വിശ്വസിക്ക്, എൻ്റെ കൂടെ മാലാഖയുണ്ട്, ആ മാലാഖയെ സ്നേഹിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്, ആ മാലാഖയോട് ചേർന്ന് ഞാൻ ജീവിക്കുമെന്ന് ഒരു തീരുമാനം നമുക്കെടുക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു അറിയിപ്പ് തന്നിട്ട് നമ്മൾ ആ പരിശുദ്ധ ആരാധനയിലേക്ക് കയറുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം 29-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ മുഖ്യദൂതന്മാരുടെ തിരുനാള്. അതിനോടനുബന്ധിച്ചുള്ള ഒരു ശുശ്രൂഷയാ ഈ ശുശ്രൂഷ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, 29-ാം തീയതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പിതാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടി ഇന്ന് സഭ നേരിടുന്ന ചില പ്രശ്നമുണ്ട്. അതിന് പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ 28-ാം തീയതി ശ്രദ്ധിക്കണം മക്കളെ. 28-ാം തീയതി വൈകുന്നേരം രാത്രിയിൽ 9 മണി തൊട്ട് 10:30 മണി വരെ നമ്മുടെ ഈ സെക്കൻഡ് ചാനല് ശക്തമായിട്ട് ഇതിനു വേണ്ടി ഒരാരാധന, ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളിച്ച് വെച്ച് ഈ സഭയ്ക്ക് വേണ്ടി ഒരാരാധന നടത്തിയ മക്കളെ, അതിലെല്ലാ മക്കളും പങ്കുചേരണം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മളായിരിക്കുന്ന സഭയെ പൊതിഞ്ഞു പിടിക്കേണ്ട നമ്മളാ.
സഭയും സഭാ മക്കൾ തകർന്നു പോകരുത്. അതിനെതിരെ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഏതൊക്കെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, ഏതൊക്കെ തിന്മകൾ പ്രവർത്തിക്കുന്നുണ്ടോ, അതൊക്കെ നിർവീര്യമാകണം. നമ്മൾ ഇവിടെ ആരാധിക്കുന്ന സമയത്ത് ശത്രുക്കള്, തിന്മയുടെ ആധിപത്യങ്ങള്, ദുഷ്ടാരൂപികള്, ഇവ മുഴുവനും നിർവീര്യമാകും. മക്കളെ, നിങ്ങൾ വിശ്വസിച്ച് ആ 28-ാം തീയതി രാത്രി 9 മണി തൊട്ട് 10:30 മണി വരെയുള്ള സമയത്തുള്ള ആരാധനയിൽ ദീപികാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്കും ഒന്ന് ചേർന്ന് ഒരുമിച്ച് വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ കടന്നു വരണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുക. നാളെ രാത്രി 11 മണി മുതൽ 29-ാം തീയതി 4 മണി വരെ 40 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മൾ ഒരു പ്രാർത്ഥനാ യജ്ഞം നടത്തുകയാണ്. അതും ആരാധന. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന ആരാധനയിൽ അല്ലെങ്കിൽ ആ ആരാധനയിൽ നിങ്ങളെല്ലാവരും സംബന്ധിക്കണം. 40 മണിക്കൂർ നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. സാധിക്കുന്ന പോലെ കരുണക്കും നമ്മുടെ സഭയ്ക്ക് വേണ്ടി, സഭ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി. സഭ തളരരുത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞു പോലെ ഇനി നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ കുടുംബത്തിൽ ഇനി ഒരു തിന്മയുടെ ശക്തികൾ കടന്നു വരരുത്. നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും എതിരായിട്ട് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറണം. മക്കളെ, 40 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആരാധനയിൽ നാളെ രാത്രി 11 മണി മുതൽ 29-ാം തീയതി 4 മണി വരെ മക്കളെ സാധിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് യാചിക്കുന്നു. അതുപോലെ തന്നെ ഒക്ടോബർ 1 തൊട്ട് 10-ാം തീയതി വരെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജപമാലയുടെ ശക്തി എന്ത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ശുശ്രൂഷ തുടങ്ങിയ ഈ ചാനല് ഒക്ടോബർ മാസം 1-ാം തീയതി തുടങ്ങി 10-ാം തീയതി വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ജപമാലയുടെ ശക്തി, ആ ശക്തിയെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസവും ഓരോ വ്യക്തിയിലൂടെ നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുക. അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. എല്ലാ ദൈവമക്കളും അതിലേക്ക് കടന്നു വരണം. എല്ലാവരോടും നിങ്ങളിത് പറയണം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണം. നാളെ 11 മണി തൊട്ട് നമ്മൾ 29-ാം തീയതി 4 മണി വരെയുള്ള 40 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആരാധന ശുശ്രൂഷ. അതുപോലെ 28-ാം തീയതി രാത്രി 9 മണി തൊട്ട് 10:30 വരെയുള്ള ആരാധന ശുശ്രൂഷ. അതുപോലെ തന്നെ ഒക്ടോബർ 1 തൊട്ട് 10-ാം തീയതി വരെയുള്ള ജപമാല ശക്തി. പ്രിയപ്പെട്ടവർ, ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളും കടന്നു വരണം. നമുക്ക് ഒത്തൊരുമയോടുകൂടി സ്വർഗം നേടിയെടുക്കണം. സഭയെ ചേർത്ത് പിടിക്കണം. അതിനുള്ള കൃപ തമ്പുരാൻ കർത്താവ് നൽകട്ടെ. നമുക്ക് പരിശുദ്ധ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കന്യകമേരി അമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ആരാധന ആരാധന. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കാൻ സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാലാഖമാരാൽ ആരാധിക്കപ്പെടുന്നവനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 കാര്യമാ ഈ 15 മിനിറ്റ് നേരം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുക. ഒന്ന്, മാലാഖമാരോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. 2, മാലാഖയ്ക്ക് മാലാഖയുടെ സംരക്ഷണത്തിനായി നമ്മളെ സമർപ്പിക്കണം. ഈ നിമിഷം നമ്മൾ ദൈവത്തെ ആരാധിക്കുക. നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അത് മാലാഖയാണ്. നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ കാവൽ മാലാഖയുണ്ട്. ഈ മാലാഖയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. കോടാനുകോടി മാലാഖമാരുടെ സ്തുതിപ്പിന്റെ നടുവിലാണ് ഈശോ വസിക്കുന്നത്. മക്കളെ, ഈ നിമിഷം 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കാവൽ മാലാഖയോട് ചേർന്ന്, മിഖായേൽ മാലാഖയോട് ചേർന്ന്, ഗബ്രിയേൽ മാലാഖയോട് ചേർന്ന്, സാപ്പേൻ മാലാഖയോട് ചേർന്ന്, സകല നവവൃന്ദ മാലാഖമാരോട് ചേർന്ന്, കോടിക്കണക്കിന് മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ എല്ലാ മക്കളും ഒന്ന് ചേർന്ന് ഒന്ന് ആരാധിക്കാമോ? യേശുവേ സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിപ്പോടെ പ്രാർത്ഥിച്ച് കരമടിച്ച് ശക്തിയോടെ മാലാഖമാരോട് ചേർന്ന് തുള്ളിച്ചാടി ആടി പ്രാർത്ഥിച്ച് മുഖ്യദൂത മിഖായേലേ യുദ്ധം ചെയ്തിടണേ. മുഖ്യദൂത മിഖായേലേ യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനാണമേ വീണ്ടും. സാത്താൻ കോട്ടകൾ തകർത്തിടുവാന ഒരു ദണമേ വീണ്ടും. എന്റെ കാവൽ മാലാഖേ ഉണർന്നെഴുന്നേൽക്കൂ. എന്റെ കാവൽ മാലാഖേ ഉണർന്നെഴുന്നേൽക്കൂ. എന്റെ കാവൽ മാലാഖേ ഉണർന്നെഴുന്നേൽക്കൂ. സംരക്ഷണത്തിൻ കോട്ടകൾ തീർത്തു കാവൽ നിൽക്കണമേ. കാവൽ നിൽക്കണമേ, കാവൽ നിൽക്കണമേ. ആരാധന 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 ഈശോ. ആരാധന 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 ഈശോ. ആരാധന 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 ഈശോ. ആരാധന ഈശോ. കരമുയർത്തി ഒറ്റ വിളി യേശുവേ. ഭദ്രാസന്മാരോട് ചേർന്ന്, ബലവാന്മാരോട് ചേർന്ന് ഓരോ മക്കളും ആരാധിക്കട്ടെ. മുഖ്യദൂത മിഖായേലേ യുദ്ധം ചെയ്തിടണേ. മുഖ്യദൂത മിഖായേലേ യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാൻ ഒരു ദണമേ വീണ്ടും. സാത്താൻ കോട്ടകൾ തകർത്തിടുവാൻ ഒരു ദണമേ വീണ്ടും. എന്റെ കാവൽ മാലാഖേ ഉണർന്നെഴുന്നേൽക്കൂ. എന്റെ കാവൽ മാലാഖേ ഉണർന്നെഴുന്നേൽക്കൂ. എന്റെ കാവൽ മാലാഖേ ഉണർന്നെഴുന്നേൽക്കൂ. സംരക്ഷണത്തിൻ കോട്ടകൾ തീർത്തു കാവൽ നിൽക്കണമേ. കാവൽ നിൽക്കണമേ. ആരാധന 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 ഈശോ. ആരാധന ആരാധന
രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് ഈശോയെ മാത്രം നോക്കാം. മക്കളെ, ഈ ബലിപീഠത്തിൽ ഈശോഹിക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റിലും മാലാഹമാരുടെ വലിയൊരു കോട്ടയാ. മാലാഹമാരുടെ സ്തുതിപ്പിന്റെ നടുവിലാ ഈശോ വസിക്കുക. ഇതാ ചുറ്റിലും മാലാഹയുണ്ട്. മക്കളെ, നമ്മൾ നമ്മുടെ കാവൽ മാലാഹയോട് ചേർന്ന ഈശോയുടെ അടുത്ത് നിൽക്കുക. നമ്മൾ സമർപ്പിക്കണം മക്കളെ. ഇവരുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണം. ഈ നിമിഷം നമ്മൾക്ക് മാലാഹമാരുടെ സന്നിധിയിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. മാലാഹമാരെ നമുക്ക് സ്നേഹിക്കാൻ ഒരു കൃപയായി ഈശോ തരുന്ന ഇപ്പോൾ അവരെ ബഹുമാനിക്കാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ ഒരു കൃപ തരികയാണ്. ഈ നിമിഷം നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ കാവൽ മാലാഹയുടെ കയ്യിലേക്ക് കൊടുക്കാം. ആ മാലാഹയുടെ വലിയൊരു സംരക്ഷണം നമുക്ക് കിട്ടാൻ ദാഹിച്ചുകൊണ്ട്, ദൈവമേ, ഈ നിമിഷം ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിത പങ്കാളിക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇതാ മാലാഹയുടെ വലിയ മാലാഹമാരുടെ സംരക്ഷണം ഈ നിമിഷം ഞങ്ങൾക്ക് തരണമേ. മാലാഹമാരെ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ നയിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ മാലാഹമാർക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ ദാഹത്തോടെ വിളിച്ചൊന്ന് പാടി പ്രാർത്ഥിച്ചേ. മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷിക്കാൻ ശുശ്രൂഷിക്കാൻ വേഗം വരേണമേ. ഓരോ മക്കളും ദാഹത്തോടെ പറഞ്ഞേ. മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷിക്കാൻ ശുശ്രൂഷിക്കാൻ വേഗം വരേണമേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വസ്തുവകകളെ, നമ്മുടെ വാഹനത്തെ, നമ്മളുടെ കുടുംബത്തിലുള്ള മൃഗങ്ങളെ എല്ലാം മാലാഖയ്ക്കൊന്ന് സമർപ്പിക്കട്ടെ. അത് മുഴുവനും മാലാഖയുടെ വലിയൊരു സംരക്ഷണ കോട്ടയുണ്ടാകട്ടെ. ഇനി ഒന്നിലേക്കും തിന്മ കയറി പോരാടരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി വാദിക്കാൻ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി വാദിക്കാൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇതാ മാലാഖമാര് സജ്ജമാക്കിയിരിക്കുക. ഈ മാലാഖമാരുടെ കോട്ടയ്ക്കുള്ളിൽ ഒരു ശത്രു പോലും കയറരുത്. നമ്മുടെ കുടുംബത്തെ, വസ്തുവകളെ, മൃഗങ്ങളെ, വാഹനങ്ങളെ എല്ലാം നമുക്ക് മാലാഖയ്ക്ക് സമർപ്പിക്കാം. കൃഷിയിടങ്ങളെ മാലാഖയ്ക്ക് സമർപ്പിക്കാം. ബിസിനസ് മേഖലയെ മാലാഖയ്ക്ക് സമർപ്പിച്ച് വലിയൊരു സംരക്ഷണം കിട്ടാൻ ദാഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിളിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാമോ? മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷിക്കാൻ ശുശ്രൂഷിക്കാൻ വേഗം വരേണമേ. ഒരിക്കൽ കൂടി ദാഹിച്ച് മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷിക്കാൻ ശുശ്രൂഷിക്കാൻ വേഗം വരേണമേ. മക്കളെ, നമ്മളായിരിക്കുന്ന നമ്മുടെ ഇടവക ദേവാലയത്തെ മാലാഖയുടെ കയ്യിലേക്ക് കൊടുത്തേ. ഓരോ ഇടവകയ്ക്കും ഒരു കാവൽ മാലാഖയുണ്ട്. ആ മാലാഖയുടെ കയ്യിലേക്ക് നമ്മുടെ ഇടവക ജനത്തെ, വികാരിയച്ഛനെ, സമർപ്പിതരെ, അവിടെ മരിച്ചടക്കം ചെയ്യപ്പെട്ടവരെ ഒക്കെ മാലാഖയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇടവയ്ക്ക് ചുറ്റും വലിയൊരു സംരക്ഷണ കോട്ടയുണ്ടാകണം, വലിയൊരു പരിപാലനയുണ്ടാകണം. ഒരു ശത്രുക്കൾ പോലും, ഒരു തിന്മ പോലും കയറരുത്. അവിടെ കൃത്യമായ നിർദ്ദേശങ്ങള്, ഉപദേശങ്ങള്, കൃത്യമായിട്ടുള്ള കൽപ്പനകള് അവിടെ എല്ലാം പാലിക്കപ്പെടാനായിട്ട് മാലാഖമാര് ഇറങ്ങി പ്രവർത്തിക്കാൻ, സംരക്ഷണം നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ സംരക്ഷണം മാലാഖയ്ക്ക് കൊടുത്തുകൊണ്ട് ഒന്ന് സമർപ്പിച്ചൊരിക്കൽ കൂടി ഒന്ന് പാടി പ്രാർത്ഥിക്കാമോ? മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷിക്കാൻ ശുശ്രൂഷിക്കാൻ വേഗം വരേണമേ. എല്ലാവരും ചേർന്ന് മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷിക്കാൻ ശുശ്രൂഷിക്കാൻ വേഗം വരേണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ദേശത്തിനും ഓരോ രാജ്യത്തിനും മാലാഖയുണ്ട്. നമ്മളായിരിക്കുന്ന ദേശത്തെ മാലാഖയുടെ കൈകളിലേക്ക് കൊടുക്കുക, സമർപ്പിക്കുക, സംരക്ഷണം കിട്ടാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ മാലാഖയ്ക്ക് സമർപ്പിക്കുക. നമ്മുടെ രാജ്യത്തിന് ചുറ്റും മാലാഖമാരുടെ വലിയൊരു സംരക്ഷണ കോട്ട,
നമ്മളായിരിക്കുന്ന ദേശത്തിന് ചുറ്റും മാലാഖമാരുടെ വലിയൊരു സംരക്ഷണ കോട്ട ഉണ്ടാകാൻ വേണ്ടി ഓരോ ദൈവമക്കളും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വലിയ കൃപ, വലിയൊരു അഭിഷേകം, വലിയൊരു സംരക്ഷണം കിട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചു പാടിക്കേ. മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷിക്കാൻ ശുശ്രൂഷിക്കാൻ വേഗം വരേണമേ. ഒരിക്കൽ കൂടി മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷിക്കാൻ ശുശ്രൂഷിക്കാൻ വേഗം വരേണമേ. രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക മക്കളെ, രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഈ നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം ചേർക്കുക. നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ദൈവമക്കള് തിന്മയിലേക്ക് ചാഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അവരെ സമർപ്പിക്കുക. ഇതാ മാലാഖമാര്, സ്വർഗീയ സൈന്യം, ഇപ്പോൾ കർത്താവിന്റെ സൈന്യം ഇറങ്ങിച്ചെന്ന് നഷ്ടപ്പെട്ട ആത്മാക്കളെ മുഴുവനും തിരിച്ചു പിടിക്കണം. തിന്മയിലേക്ക് ചാഞ്ഞു പോയിക്കുന്ന മക്കളെ മുഴുവനും തിരിച്ചു പിടിക്കണം. നമ്മുടെ എല്ലാ മേഖലയിലുള്ള മക്കളെ ഇതാ മാലാഖയ്ക്ക് സമർപ്പിക്കുക. സെക്കൻഡ് ചാനലിനെ മാലാഖയ്ക്ക് സമർപ്പിക്കുക. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെ മാലാഖയ്ക്ക് സമർപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനിയുള്ള ദിവസങ്ങളിലെ ഈ ആലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകള്, പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സഭ നേരിടുന്ന പ്രശ്നങ്ങള് മാലാഖയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയൊരു സംരക്ഷണം കിട്ടാൻ ദാഹിച്ച് എല്ലാ മക്കളും സ്വരമുയർത്തി ശക്തിയോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു അപ്പാ, ഞങ്ങളെ സ്നേഹിക്കുന്നു അപ്പാ, ഞങ്ങളെ വിശ്വസിക്കുന്നു അപ്പാ. മാലാഖമാരോട് ചേർന്ന്, നവവൃന്ദ മാലാഖമാരോട് ചേർന്ന്, സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന്, ദൂതന്മാരോട് ചേർന്ന് ഇതാ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. സംരക്ഷിക്കാൻ ശുശ്രൂഷിക്കാൻ വേഗം വരേണമേ. നമുക്ക് മുട്ടുമടക്കാം, കരങ്ങൾ കൂപ്പി പിടിക്കാം. ഈശോ നമ്മളെ ആശീർവദിക്കുക. നമ്മുടെ മാലാഖ നമ്മളെ അതിനു വേണ്ടി ഒരുക്കുക. നമുക്ക് ഈ നിമിഷം ഏറ്റവും ആഗ്രഹത്തോടെ ഈശോ എന്നെ സ്പർശിക്കണമേ, മാലാഖയുടെ സംരക്ഷണം എനിക്ക് നൽകണമേ എന്നുള്ള കൊതിയോടെ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.